ബീജാപൂരിലേക്കാണ്. കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ പുരാതന നഗരമായ ബീജാപൂരിലേക്കാണ് എന്റെ യാത്ര. ബഹമനി സുൽത്താൻമാരും ആദിൽ ഷാ സുൽത്താൻമാരും നൂറ്റാണ്ടുകളോളം ഭരണം നടത്തിയ അവരുടെ സ്മാരകങ്ങൾ ഇന്നും നിലനിൽക്കുന്ന കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ നഗരമാണ് ബീജാപൂർ. 31 വൈകുന്നേരമാണ് ഞാൻ ബീജാപൂരിലേക്ക് യാത്ര തുടങ്ങുന്നത്. മംഗലാപുരത്ത് നിന്ന് വൈകുന്നേരം 7 മണിക്കാണ് ബസ്. അങ്ങനെ ഞാൻ മംഗലാപുരത്തെത്തി ബസ്സിൽ കയറി യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര തുടങ്ങി 2-3 മണിക്കൂറിന് ശേഷം ബസ് ഒരു ഹോട്ടലിന്റെ മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര വീണ്ടും തുടർന്നു. ബീജാപൂരിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുണ്ട്, ഒട്ടനവധി മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉദ്ദേശത്തിലാണ് ഞാൻ യാത്ര പോയത്. ചരിത്ര പൈതൃകങ്ങളുടെ നഗരം, ഗുംബസുകളുടെ നഗരം തുടങ്ങി ഒട്ടനവധി വിശേഷണങ്ങൾ ഈ നഗരത്തിനുണ്ട്. എവിടെ നോക്കിയാലും പഴയകാല ചരിത്ര അവശേഷിപ്പുകൾ നിറഞ്ഞ സ്ഥലം. നഗരം മുഴുവനും നശിക്കപ്പെട്ട ചരിത്ര സ്മാരകങ്ങളുടെ കൂമ്പാരമാണ്. ഈ നഗരത്തിനുള്ളിൽ തന്നെ ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ ആദിൽ ഷാ സുൽത്താൻമാരുടെ ആയിരക്കണക്കിന് പഴയ നിർമ്മിതികളുണ്ട്. അങ്ങനെ ഞാൻ യാത്ര തുടർന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ ബസ് ബീജാപൂരിലെ ഏതോ ഗ്രാമത്തിലൂടെ ഓടുന്നു. ഭൂപ്രകൃതിയെല്ലാം മാറിയിരിക്കുന്നു. എവിടെ നോക്കിയാലും പച്ച പർവ്വതാനി വിരിച്ച പോലത്തെ നെൽപ്പാടങ്ങളും കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കൃഷിയിടങ്ങളും കാറ്റാടിയന്ത്രങ്ങളും കടൽ പോലെ വിശാലമായ കൃഷ്ണാനദി, ഇതൊക്കെയാണ് വഴിയരികിലെ കാഴ്ചകൾ. രാവിലെ 8 മണിയാകുമ്പോൾ ബീജാപൂർ ടൗണിലെത്തി. ഇവിടേക്ക് എന്നെ കൂട്ടാൻ വേണ്ടി പ്രിയ സുഹൃത്ത് സഫ്വാൻ സൈദി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഞാനൊരു പള്ളി അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ അവിടെ റോഡരികിൽ ഒരു പള്ളിയുടെ കോമ്പൗണ്ട് കാണുകയാണ്. ഞാൻ അങ്ങനെ പള്ളിയുടെ അകത്തേക്ക് പോയി ഫ്രഷപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഒരു മക്കാം അവിടെ കാണുകയാണ്. അവിടെ ചെന്നപ്പോൾ വലിയ മഹാന്റെ മക്ബറയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഞാൻ അവിടെ സിയാറത്ത് ചെയ്തു. ഈ സിയാറത്താണല്ലോ എന്റെ യാത്രയുടെ മെയിൻ ലക്ഷ്യം. ഇതാണ് പറഞ്ഞത്, ബീജാപൂരിൽ എവിടെ നോക്കിയാലും മക്ബറകളും ഗുംബസുകളും ഒക്കെയാണെന്ന്. ഈ നഗരത്തിൽ തന്നെ 100 കണക്കിന് മഹാന്മാർ അന്തിയുറങ്ങുന്നുണ്ട് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആദിൽ ഷാ ഭരണകാലത്ത് ഒട്ടനവധി സൂഫികളെയും ഔലിയാക്കന്മാരെയും ബീജാപൂരിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രം. അങ്ങനെ സിയാറത്തും കഴിഞ്ഞ് ഞാൻ റോഡിലേക്ക് വന്നപ്പോൾ അവിടെ എന്നെ കൂട്ടാൻ വേണ്ടി സഫ്വാൻ സൈദി വന്നിരിക്കുന്നു. ബീജാപൂരിലെ മദീനത്തുൽ ഇർഷാദ് എന്ന വലിയ സ്ഥാപനത്തിന്റെ മേൽനോട്ടം വഹിക്കുകയാണ് സഫ്വാൻ സൈദി. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഞാൻ ബീജാപൂരിലെ കാഴ്ചകൾ കാണാനിറങ്ങി.